യുമായി രാഹുൽ ഗാന്ധി ടെലിഫോണിൽ സംസാരിച്ചത് 3 മിനിറ്റാണ് എന്ന് പറഞ്ഞാൽ കൃത്യമായ ഒരു തീരുമാനം രമേശ് ചെന്നിത്തലയെ അറിയിക്കുകയായിരിക്കും ഈ 3 മിനിറ്റിലൂടെ രാഹുൽ ഗാന്ധി ചെയ്തിട്ടുണ്ടാവുക. ഒരു ഫോർമുല സ്വാഭാവികമായിട്ടുണ്ടാകും. ആ ഫോർമുലയിൽ രമേശ് ചെന്നിത്തലയുടെ സ്ഥാനം എവിടെ എന്നത് നിശ്ചയിക്കപ്പെടേണ്ടതാണ്. ആ കാര്യങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തെ അറിയിച്ചു കാണും. ആരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നറിയാനുള്ള ആകാംക്ഷ നമുക്കിനി 15 മിനിറ്റ് കൂടെ മതി. കാരണം 12 മണിക്ക് ഈ വാർത്താ സമ്മേളനം നടക്കാൻ പോകുന്നു. അതിലാണ് പ്രഖ്യാപനം ഉണ്ടാകാൻ പോകുന്നത്. ഡൽഹിയിൽ വെച്ചായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന പ്രഖ്യാപനം വരാൻ പോകുന്നത്. ഇനി ഏതാനും നിമിഷങ്ങളുടെ കാത്തിരിപ്പ് മാത്രം. നടത്തിയിരിക്കുന്നു. ഏതാണ്ട് 18 മിനിറ്റ് ബാക്കിയുള്ളൂ തീരുമാനം വരാൻ വേണ്ടി. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണെന്നറിയാം. ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വം വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നു. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, അതുപോലെ കേരളത്തിലേക്ക് എത്തിയ AICC നിരീക്ഷകരായ അജയ് മാക്കൻ, മുകുൾ വാസ്നിക് എന്നിവരും ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കും. 12 മണിക്ക് AICC വിവരങ്ങൾ കൂടി ദിലീപ്. ഇന്ദിരാഭവനിലേക്ക് MLA-മാർ എത്തി തുടങ്ങി. മല്ലികാർജ്ജുൻ ഖാർഗെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ടെലിഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. AICC-യുടെ തീരുമാനം, അതായത് പ്രധാനപ്പെട്ട ഘടകകക്ഷി എന്ന നിലയിൽ മുസ്ലിം ലീഗിനെ അറിയിച്ചിരിക്കുന്നു മല്ലികാർജ്ജുൻ ഖാർഗെ. രമേശ് ചെന്നിത്തലയുമായി മല്ലികാർജ്ജുൻ ഖാർഗെ സംസാരിച്ചിട്ടുണ്ട്. അതായത് തീരുമാനമായി കഴിഞ്ഞു. ആ തീരുമാനത്തിന്റെ വിവരങ്ങൾ അതത് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ അറിയിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷനും അതോടൊപ്പം തന്നെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും. ആ വിവരങ്ങൾ പുറത്തു വരുന്നു. മല്ലികാർജ്ജുൻ ഖർഗെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ടെലിഫോണിൽ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. AICC-യുടെ തീരുമാനം എന്താണ് എന്ന വിവരം ലീഗിനെ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നു. രമേശ് ചെന്നിത്തലയോട് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ സംസാരിച്ചിട്ടുണ്ട് എന്നതുകൂടിയാണ് ഏറ്റവും പുതിയ വിവരം. ഇനി 17 മിനിറ്റ്, വെറും 17 മിനിറ്റ് മാത്രം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണെന്നറിയാൻ. VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവരൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ആ തീരുമാനം, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നത് സംബന്ധിച്ച പ്രഖ്യാപനം വരാൻ പോകുന്നു. ഇതിനിടെ ചില നേതാക്കളൊക്കെ ഹൈക്കമാൻഡിന്റെ തീരുമാനം അറിഞ്ഞിട്ടുണ്ട്. രമേശ് ചെന്നിത്തല അറിഞ്ഞിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. KC വേണുഗോപാൽ ഹൈക്കമാൻഡ് തീരുമാനം എന്താണ് എന്ന് അറിഞ്ഞിട്ടുണ്ട്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഹൈക്കമാൻഡ് തീരുമാനം അറിഞ്ഞിട്ടുണ്ട്. അതെ, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി മല്ലികാർജ്ജുൻ ഖർഗെ സംസാരിച്ചിട്ടുണ്ട്. ഗോകുൽ K വേണുഗോപാൽ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. ഗോകുൽ, മല്ലികാർജ്ജുൻ ഖർഗെ എപ്പോഴാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ടെലിഫോണിൽ വിളിച്ച് സംസാരിച്ചത്? അദ്ദേഹത്തിനോട് എന്ത് സന്ദേശമാണ് കൈമാറിയത് എന്നതിന് എന്തെങ്കിലും സൂചന ലഭ്യമായിട്ടുണ്ടോ? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ, അല്പസമയം മുമ്പാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പാണക്കാട് കുടുംബത്തിൽ ഇവിടെ ഉണ്ട്. മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ വസതിയിലുണ്ട്. അവരെല്ലാവരും ഇവിടെ ഒരു കൂടിയാലോചന നടത്തുന്നതിനിടയിലാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഫോൺ കോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് വന്നിട്ടുള്ളത്. AICC-യുടെ തീരുമാനം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഇതിനകത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് അവർ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. എന്താണ് തീരുമാനം എന്നതിനെ സംബന്ധിച്ച കാര്യം ഗഘകക്ഷിയായിട്ടുള്ള UDF-ന്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം നേതാക്കളെ AICC നേതൃത്വം, AICC പ്രസിഡന്റ് തന്നെ നേരിട്ട് ഫോണിൽ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഏതു പേരിലേക്കാണ് അവർ എത്തിച്ചേർന്നിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് ഇവർ പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. അത് ഔദ്യോഗികമായി തന്നെ കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിക്കുമെന്നൊരു നിലപാടിലാണ് അവരുള്ളത്. കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഇതിനെ സംബന്ധിച്ച ഒരു പ്രതികരണം ഉണ്ടാവുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നീണ്ടുപോകുന്നതിൽ പാണക്കാട് തന്നെ മുസ്ലിം ലീഗിന്റെ നേതൃയോഗമൊക്കെ ചേരുന്നുണ്ടായിരുന്നു. ഇന്നും അത്തരത്തിലൊരു യോഗം ചേരാനിരിക്കുകയാണ്. അതിന് മുന്നോടിയായി മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കൾ നേരത്തെ തന്നെ രാവിലെ തന്നെ പാണക്കാട് എത്തിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ കൂടിയാലോചനയുടെ ഭാഗമായി നേതാക്കളൊക്കെ ഓരോന്നോരോന്നായി എത്തിക്കൊണ്ടതിനിടയ്ക്കാണ് ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ തന്നെ നേരിട്ട് വിളിക്കുകയും AICC-യുടെ തീരുമാനം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇവരുടെയൊക്കെ ഒരു ശരീരഭാഷയിൽ നിന്ന് ഒരു പക്ഷേ ലീഗ് അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെ വിലയിരുത്തപ്പെടുന്നു. നമുക്ക് അത് ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒരു തീരുമാനമല്ല. പക്ഷേ അത്തരത്തിലുള്ള ഒരു പ്രകടനമാണ് അവരുടെ ശരീരഭാഷയിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ വാക്കാൽ അവരൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അതെന്തായാലും കോൺഗ്രസ് നേതൃത്വം തന്നെയായിരിക്കും പ്രഖ്യാപിക്കുക. 12 മണിക്ക് നേതൃത്വം പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം മുസ്ലിം ലീഗിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഗോപികൃഷ്ണൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.